ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അപ്പം ഒരു ഹോസ്പിറ്റൽ ഡേ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം 30 വീക്സൊക്കെ ആയി. അപ്പോൾ 30 വീക്സ് 1 ഡേ ആയി എന്ന് പറയാം. അപ്പം അതിന് ഡോക്ടർ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്കാനിങ്ങിന് വേണ്ടി പോകുന്ന ദിവസമാണ്. നേരത്തെ പോകണം, 8:45 എന്നോട് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് അവനാക്കിയിട്ടേ എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മണിയായി സമയം. അവനെ റെഡിയാക്കിയൊക്കെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ എനിക്ക് റെഡി ആവണം. അവൻ യൂണിഫോമൊക്കെ ഇട്ട് ഇനിയിപ്പം വണ്ടി വരും. അത് കാത്തിങ്ങനെ ഇരിക്കുക. ചുമ്മാ നോക്കുമ്പോൾ വീഡിയോ ഒക്കെ പിടിക്കുന്നത്, രാവിലെ തന്നെ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവനതിൻ്റെ സംശയത്തിൽ എന്നെ നോക്കിയിരിക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ചാനലാണ് ഒരു ടോക്സ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ഞാനിതുപോലെ മെറ്റേണിറ്റി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം മീഷോ ഒന്ന് പർച്ചേസ് ചെയ്തൊരു മെറ്റേണിറ്റി ഡ്രസ്സാണ്. കാരണം ഇനിയിപ്പം ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് ആണ് ഞാനിപ്പം മേടിക്കാറ്. അപ്പം ഫ്രണ്ടിൽ സിബുള്ള ടൈപ്പ് മെറ്റേണിറ്റി കുർത്തയാണ്. ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പുട്ടും മീൻകറിയാണ്. ഞാൻ ഫുഡ് എടുത്ത് വെച്ചു കഴിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അവൻ പോയി, അവൻ്റെ വാൻ വന്നു, അവൻ പോയി. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിറങ്ങാമെന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയായി, ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഇനിയിപ്പം പോകാനായിട്ട് എല്ലാം എടുത്ത് വെച്ചു. ഇനി ഫുഡ് കഴിച്ചു. ഞാൻ പിന്നെ ഫയൽ കാര്യങ്ങൾ, പിന്നെ ഒരു കുപ്പി വെള്ളം മാത്രം എടുത്തോളൂ. ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് വല്ലതും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. വെള്ളവും എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകളും പഴയ സ്കാനിങ് റിപ്പോർട്ടുകളും എടുത്തു. കാലൊക്കെ ഭയങ്കര നീരായതുകൊണ്ട് ചെരുപ്പൊന്നും കയറുന്നില്ല. ഇന്ന് പോകുന്ന വഴിക്ക് ചെരുപ്പും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പം ഉമ്മയും റെഡിയായി, ഞാനും റെഡിയായി. ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. കാറുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. കാരണം എനിക്ക് ചെറിയ തലകറക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ന്യൂറോയുടെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് തലകറക്കം വരിക എന്നൊക്കെയുള്ള റിസ്ക്കുള്ളതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല, ഇപ്പോൾ ഡ്രൈവ് ചെയ്യാറില്ല. ഓട്ടോ വന്നു, നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഓട്ടോയിൽ കയറി. ഞാൻ ഓട്ടോയിൽ പോവുകയാണ്. 8:45 പറഞ്ഞെങ്കിലും ഞാൻ ഇറങ്ങി ഏകദേശം 8 ആകാറായി. 8:10 അവൻ്റെ വാൻ വന്നു. ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടെ ലേറ്റായി. പിന്നെ ഓട്ടോ വരാൻ താമസിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പോയി. നമ്മൾ പോവാണ്. അങ്ങോട്ടേക്ക് പോവാണ്, തിരുവല്ലയിലേക്കാണ് പോകുന്നത്. ഓൾറെഡി ഇച്ചിരി ലേറ്റായി. എങ്കിലും റെയിൽവേ ക്രോസ് എത്തിയപ്പം ചെറിയൊരു ബ്ലോക്ക് പോലെ റെയിൽവേ ക്രോസ്, പിന്നെ അത് ഗേറ്റ് ഓപ്പണായി. ഞാൻ വിചാരിച്ചു ഇനി ലേറ്റ് ആകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഗേറ്റ് പെട്ടെന്ന് തന്നെ ഓപ്പണായി. അങ്ങനെ അവിടെ നിന്നും പോയി. അവിടെ ഇങ്ങനെ ചെറിയ കുറച്ച് അറിയാമല്ലോ, റെയിൽവേ ക്രോസ് ആകുമ്പോൾ ഒരു ഗട്ടർ പോലെയൊക്കെ ഉണ്ട്. ഞാനതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോഴാണ് കുറച്ച് ഗ്രീനറി കാണുന്നത്. പച്ചപ്പ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പാടം പോലെ കുറേ പുല്ലും, അങ്ങനെ ഒരു ഗ്രീൻ ഏരിയയാണ് അത്രയും കുറച്ച് ഭാഗം. രാവിലെ ആയിട്ട് ചെറിയ മഞ്ഞുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്ന് ഓട്ടോയിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ അധികം ദൂരമില്ല. നമുക്കിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു മാക്സിമം പോയാൽ അരമണിക്കൂർ അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ സിഗ്നൽ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ബ്ലോക്കായോ, വീണ്ടും ലേറ്റ് ആവുമോ എന്നോർത്ത് പേടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്രീൻ സിഗ്നൽ വീണു. അതുകൊണ്ട് അവിടെയും വലിയ പ്രശ്നമില്ലാതെ പിന്നെയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. അങ്ങനെ നമ്മൾ വലിയ താമസമില്ലാതെ എത്തും എന്നുള്ള പ്രതീക്ഷയില്ല. 8:45 ടൈം പറഞ്ഞെങ്കിലും ഇപ്പം എമർജൻസി സ്കാനിങ് വരുവാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളായിരുത്തിയിട്ട് അടുത്ത സ്കാനിങ് ചെയ്യും.
അപ്പം എന്നാലും കുഴപ്പമില്ല, 8:45 എത്താൻ പറഞ്ഞാൽ അതിനോട് അടുത്ത ടൈമിൽ എത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എത്താറായി വരുന്നു. ഇപ്പം ഹോസ്പിറ്റൽ എൻട്രൻസായി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി. വലിയ മെഡിക്കൽ കോളേജാണല്ലോ, അപ്പം കുറേ ഏരിയ ഉണ്ട്. നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഭാഗത്ത് നമുക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ ആ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് സ്കാനിങ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആദ്യം ഞാൻ സ്കാനിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പുള്ളി നമുക്ക് ഓട്ടോ നിർത്തി തന്നു. അവിടെ രാവിലെ ആയതുകൊണ്ട് രാവിലെ അല്ല, അവിടെ എല്ലാ സമയവും തിരക്കൊക്കെ തന്നെയാണ്. അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് ജസ്റ്റ് അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയല്ലോ. ഓട്ടോ ഇവിടെ എപ്പോഴും ഓട്ടോ കിടക്കും. അപ്പം അവിടെ ഓട്ടോ നമ്മളെ ഡ്രോപ്പ് ചെയ്തു അവിടെ. അങ്ങനെ അത് കഴിഞ്ഞ് സ്കാനിങ്ങിൻ്റെ അങ്ങോട്ട് പോയി. സ്കാൻ ചെയ്യുന്ന സ്ഥലം നമ്മുടെ ഗൈനക്കോളജി OPയുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് സ്കാൻ ചെയ്യുന്ന സ്ഥലം. പലതരം സ്കാനിങ് സെൻ്റർ ഉണ്ട്. ആ സ്കാനിങ് ഓരോ ടൈമിലും ഓരോ സ്ഥലത്താണ് അവിടെ സ്കാൻ ചെയ്യുന്ന, ഓരോ ബിൽഡിങ്ങിലൊക്കെ ആയിട്ട്. അപ്പം ഇപ്പം 7.5 മാസം ഉള്ള സ്കാനിങ്ങാണ്. അവിടെ എത്തിയിട്ട് ഞാൻ സ്കാനിങ്ങിൻ്റെ അവിടെ പോയി സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ എനിക്ക് ആ പേപ്പർ തന്നു. ബില്ലടച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ബില്ലടയ്ക്കാനായിട്ട് പോയി. 790 രൂപയായിരുന്നു അവിടെ. നമ്മുടെ ഡോട്ട് സ്കാനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചു. പിന്നെ ബില്ല് കൊണ്ടുപോയി നമുക്ക് ഫ്രണ്ടിലൊരു കൗണ്ടറുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ഇരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ബില്ല് ആദ്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ സ്കാനിങ് റൂമിൽ അങ്ങോട്ട് വന്നപ്പം അവിടെ നിന്ന് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ അതിനോടൊരു വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് OP ടിക്കറ്റ് ഡോക്ടറെ കാണണമല്ലോ. എന്നാൽ പിന്നെ OP ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഗൈനക്കോളജി OP ഉണ്ട്. അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലും നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്കും അവിടെ ചെന്ന് ഫയൽ എടുക്കണമല്ലോ. അപ്പം ഈ OP സ്കാനിങ് സെൻറ്ററും OPയും ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉള്ള കൂടെ വണ്ടിയൊക്കെ പോവും, പാർക്ക് ചെയ്യാനുള്ള ഏരിയയൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. അപ്പം നമ്മൾ ഗൈനക്കോളജി OP അപ്പം മെഡിക്കൽ കോളേജുകാരുടെ ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളും നേഴ്സിംഗ് സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്ഷൻ. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞ് ഓൾറെഡി ബുക്ക് ചെയ്തതായതുകൊണ്ട് എൻ്റെ ടോക്കൺ നമ്പർ 40 ആയിരുന്നു. അങ്ങനെ ഞാൻ നമ്മൾ റിസപ്ഷൻ ബില്ല് കൊണ്ടുവന്ന് നേഴ്സിനെ ഏൽപ്പിച്ചു. ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് വീണ്ടും വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഇനിയും വെയിറ്റ് ചെയ്തിരിക്കണം. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും അവർ സ്കാനിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ നമ്മുടെ നമ്പർ ആകുമ്പോഴത്തേക്കും അവർ വന്ന് വിളിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനതുകൊണ്ട് തിരിച്ച് സ്കാനിങ് സെൻറ്ററിൻ്റെ അങ്ങോട്ട് തന്നെ വെയിറ്റിംഗ് റൂമിലോട്ട് പോയി. സ്റ്റുഡൻസിൻ്റെ ബഹളമാണ് ഫുള്ള്. അങ്ങനെ തിരിച്ച് വെയിറ്റിംഗ് റൂമിലേക്ക് പോയി. അവിടെ പോയി ഇരുന്നു. ഇങ്ങനെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പം പുറത്തേക്ക് നോക്കുന്ന സ്ഥലമാണത്. എല്ലാവരും കയറി വരുന്നു ഇറങ്ങി പോകുന്നതൊക്കെ ആയിട്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇനി എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റർ വന്ന് വിളിച്ചു സ്കാനിങ്ങിന് വേണ്ടി. അങ്ങനെ ഞാൻ സ്കാനിങ് റൂമിൽ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പം എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഫോം എന്തൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് ടൈപ്പ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വന്നിട്ടില്ല. അപ്പം എന്നോട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെയിറ്റിംഗ് റൂമിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. വീണ്ടും ഞാൻ വെയിറ്റിംഗ് റൂമിൽ പോയി ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ റിസൾട്ട് തന്നു. റിസൾട്ട് തന്നില്ല. റിസൾട്ട് തരുന്നതിന് മുന്നേ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഉമ്മക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. ഉമ്മ
ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് വന്നത്. നമുക്ക് അത്ര നേരത്തെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനവിടെ വെയിറ്റ് ചെയ്തു. ഉമ്മയുടെ കൂടെ പോയിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അവിടുത്തെ മരവും വണ്ടികൾ പോകുന്നതും ഒക്കെ നോക്കി ഞാനവിടെ ഇരുന്നു. കുറേ നേരം ഇരുന്ന് അപ്പോഴത്തേക്കും ഉമ്മ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം നിർത്തില്ല, അത്യാവശ്യം. അപ്പോൾ എനിക്ക് വിശന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു പരിപ്പുവടയും ഒരു ബ്രൗണിയും ഒരു ചായയും പറഞ്ഞു. അപ്പോൾ റിസൾട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അങ്ങനെ പരിപ്പുവടയും ബ്രൗണിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വയറൊക്കെ ഫില്ലാക്കിയിട്ട് ഞാൻ ഡോക്ടറുടെ OPയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി അവിടെ പോയി അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മൾ എന്നെ കാണിക്കുന്ന ഡോക്ടറുടെ ഫ്രണ്ട് നമ്മൾ കുറച്ച് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ടോക്കൺ ഇങ്ങനെ TV-യിൽ സ്ക്രീനിൽ തെളിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി ഇരുന്നു. അവിടെ ഇപ്പം ഇനി TV-യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു. ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് 1-ാം തീയതിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ബുക്കിങ്ങും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ചെരുപ്പ് മേടിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ചെരുപ്പും കൂടെ മേടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓട്ടോയിൽ കയറി. പിന്നെ ഫുഡൊന്നും രാവിലെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചോറും മേടിക്കണമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ അതിന് മുന്നേ ചെരുപ്പ് മേടിക്കാനായിട്ടൊരു സ്ഥലത്ത് ടൗണിൽ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് പറ്റിയിട്ട് ചെരുപ്പ് കിട്ടി. 2 പള്ളിയുടെ ചെരുപ്പ് വാങ്ങിച്ചോളൂ, കാരണം വേറെ ചെരുപ്പ് ഇട്ടിട്ട് കാലിൽ കയറുന്നില്ല, നീരുണ്ട്, അതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡും വാങ്ങിച്ചു, മീൽസ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ഓട്ടോ വിളിച്ചു തിരിച്ചു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയി. ഉച്ചയായപ്പോഴത്തേക്കും ഒരു 12:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീടെത്തി.